ആ പൈനാപ്പിൾ അല്ലേ? ചെറുതിനൊക്കെ 50 രൂപ. വാഴക്കുളം പൈനാപ്പിൾ അല്ലേ ഇത്? വാഴക്കുളം. അമ്മച്ചി എവിടെ എല്ലാ ദിവസവും ഉണ്ടോ? ഞാൻ എല്ലാ ദിവസവും ഉണ്ട്. ഉണ്ട്. ശബരിമല സീസണാണോ അതോ ശബരിമല സീസൺ കഴിഞ്ഞിട്ടും ഉണ്ട്. ഉണ്ടല്ലേ? ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന? ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നു. നമ്മുടെ അല്ല കേട്ടോ, ഇത് മുതലാളിമാരിട്ടേക്കണോ. അമ്മച്ചി വീട്ടിൽ കൃഷി ചെയ്തുകൊണ്ടോ അല്ലേ? ഇല്ല. ആ ഇവിടുന്ന് തന്നെ മേടിക്കുന്നതല്ലേ? ഇതൊന്ന് കാണിച്ച് ഇതന്നെ. അല്ല അത് നോക്കാം. ഇത് തുറന്നേ നോക്കട്ടെ. ഇതിങ്ങനെ മുളക് പുരട്ടി കൊടുക്കുന്ന മതി 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 മതി. ആ മതി 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 മതി. ഉണ്ടോ? ഇങ്ങനെ അമ്മച്ചി മുളകൊക്കെ പുരട്ടി നാടൻ പൈനാപ്പിൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? രസമുണ്ട് നാടൻ പൈനാപ്പിൾ മുളക്. ഒരെണ്ണത്തിന് എത്രയാ? ഒരെണ്ണത്തിന് എത്രയാ കിലോ? 50 രൂപയ്ക്കാ കൊടുക്കണേ. പേരെന്താ? എൻ്റെ പേര് രാജമ്മ. ഞാൻ മെയിനായിട്ട് ശ്രീധരിയിലെ സ്റ്റാഫായിരുന്നു 9 വർഷമായിട്ട്. അത് കഴിഞ്ഞപ്പം ടെമ്പററി ആയിട്ട് പണിയാണ് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ഈ അവിടെ തീരുമാനിക്കുന്നു. അപ്പോൾ അത് പ്രസവ കേസ് തന്നെ നോക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് 12 മണിയാകുമ്പോൾ ഇവിടെ വന്നിരിക്കും. 12 മണി വരെ ഉണ്ടല്ലേ? 12 മണി കഴിഞ്ഞിട്ട് അതും പ്രസവ കേസ് 12 മണി വരെ അല്ലേ? തിരുമ്മി കുളിപ്പിച്ച് മരുന്ന് കഞ്ഞി വെച്ച് കൊടുക്കും. എന്നിട്ട് പാർട്ട് ടൈം ജോലി ചെയ്തല്ലേ? ഇത് വെറുതെ ഇരിക്കണ്ടല്ലോ, പണിയാൻ 10 രൂപ കിട്ടുമ്പോഴല്ലേ മോനെ കിട്ടുള്ളൂ. അതെ 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 അതെ. അമ്മച്ചെ കണ്ടോണ്ട ഇങ്ങനെ വണ്ടി നിർത്തിയത് നല്ല. ഇത് കണ്ടോ? പൈനാപ്പിൾ പാടം കണ്ടോ? പൈനാപ്പിൾ പേടം നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ തന്നെ അമ്മച്ചി നിൽക്കുന്നത് കണ്ടോ? പൈനാപ്പിൾ പാടം കണ്ടോ? പൈനാപ്പിൾ തോട്ടാ മൊത്തം. വാഴക്കുളം മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ ഒരു കണ്ടോ? മുഴുവൻ പൈനാപ്പിൾ പഴുക്കാറായിരിക്കുന്നു കണ്ടോ? കണ്ടോ? നല്ല മണം വരുന്നുണ്ട്. ഈ വാഴക്കുളം പൈനാപ്പിളിനാണ് നല്ല സ്മെല്ല്. എത്ര ഏക്കർ കണക്കിനാണ്. ഇവിടെ നിൽക്കാൻ മേല. എന്നാ അടിപൊളി പൈനാപ്പിളിൻ്റെ മണമാണ്. ഈ വാഴക്കുളം പൈനാപ്പിളിനാണ് ഇന്ത്യയിൽ കാശ്മീർ വരെ ലോകത്തെല്ലായിടത്തും പ്രിയം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഒടുക്കത്തെ സ്മെല്ല്, പിന്നെ മധുരം, ടേസ്റ്റ് കണ്ടോ? എന്നാ ഇതാന്ന് നോക്കി കേട്ടോ. ഈ അമ്മച്ചി ഇവിടെ ഇഷ്ടം പോലെ വെച്ചിരിക്കുന്നു കേട്ടോ. ഇഷ്ടം പോലെ നിരത്തി വെച്ചിരിക്കുന്നു കണ്ടോ? ഉച്ചയ്ക്ക് 12 മണി മുതലാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. അമ്മച്ചി റോഡ് സൈഡിലാണ് കേട്ടോ. എത്ര പേരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയാൽ മേടിക്കാം കേട്ടോ. ചെത്തി ഫ്രൂട്ട്സായിട്ട് വേണമെങ്കിൽ ഇന്ന് കഴിക്കാം. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഏത് റോഡാ ഇത്? തോട്ടക്കര വാഴക്കുളം റൂട്ടാണ്. അരക്കുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അരക്കുഴയുടെ ഈ ബോർഡ് ഇരിക്കുന്നതിന് ഇവിടെ ഈ റോഡിന്റെ സൈഡിൽ കണ്ടോ? അതെ ഇവിടെ അതെ ഇതാ റോഡ്. ഇതേതാ? ഓക്കെ. നല്ല പഴമായിരിക്കും അല്ലേ? ഒട്ടും കേടില്ലാത്ത ഇവിടെ നിൽക്കാൻ മേല. എന്നാ സ്മെല്ലാന്നറിയോ പൈനാപ്പിളിന്റെ നാടൻ മണം. ലോകം മുഴുവൻ വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറഞ്ഞാണ്ടല്ലോ, വേൾഡ് ഫേമസാ. എന്നാ സ്മെല്ല്, എന്നാ സാദ് അല്ലേ അമ്മച്ചി? അത് പോയിട്ട് കഴിച്ചെങ്കിലേ സാദ് അറിയാൻ പറ്റുള്ളൂ. ഏതായാലും മേടിച്ചേക്കാം അമ്മച്ചി. അപ്പൊ എടുത്തോ എത്ര എണ്ണം ഓർഡർ? ഒരു 4 എടുത്തു. നല്ല ദിവസം നോക്കി സ്റ്റോക്ക് ഉണ്ട് കണ്ടോ? മറ്റേ ഇഷ്ടം പോലെ സ്റ്റോക്ക്. ശബരിമല സീസണൊക്കെ വരുന്നുണ്ടോ? നാളെ പീസാക്കണ്ട അല്ലേ? നല്ല സാധനം ആയതുകൊണ്ട് ഇവിടെ തന്നെ വെച്ച് കൊടുത്താലോ അല്ലേ? എന്നാ സ്മെല്ല്, ഇവിടെ നിൽക്കാൻ മേല കേട്ടോ. തോട്ടത്തിൽ നിന്ന് വരുന്ന സ്മെല്ല് തോട്ടത്തിലും പഴുത്ത് നിൽക്കുന്നല്ലേ?
ഇങ്ങോട്ട് അടത്തി അങ്ങ് വെച്ചാൽ മതി. കണ്ടോ കണ്ടോ അമ്മച്ചി ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കും. കണ്ടോ നല്ലത് നോക്കിയാണ് അമ്മച്ചി എടുക്കുന്നത്. കണ്ടോ പിന്നെ ഇത് നാളെ ഇന്ന് എടുക്കാമല്ലോ. നാളെ കുറച്ച് കഴിഞ്ഞ് എടുക്കാൻ പോകും. ഇത് എങ്ങനെയാ ചെത്തുന്നത്? ഇതിന്റെ ഇത് ചെത്തി തരും. തലയ്ക്ക് മുറിച്ച് മാറ്റിയിട്ട് മുറിക്കുമല്ല, ഒടിച്ചിട്ട് തരുമോ? ഒടിച്ചിട്ട് തന്നെ അത് കേടാക്കും. അതിനൊക്കെ ടെക്നിക്ക് ഉണ്ട്. അതിന്റെ ഇത് ഒടിച്ചു കഴിഞ്ഞാൽ കേടാവും അല്ലേ? ഒടിക്കാൻ പറ്റില്ല. കാറിനില്ലേ ഇതിന്റെ അതെങ്ങനെയാ ചെയ്യുന്നത്? അതെങ്ങനെയാ മുറിച്ച് മാറ്റുമോ? അത് കാണിച്ചേ, മഞ്ചൊന്ന് കാണിച്ചേ നോക്കട്ടെ. ഇത് കേടാകാതിരിക്കാം. ഓടിക്കത്തില്ലല്ലേ? ഓ ഇങ്ങനെ ചെത്തിക്കളയും. ഇതാണ് ഇതിന്റെ സ്റ്റൈല്. സ്കൂപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കും. കണ്ടോ ഇങ്ങനെ സ്കൂപ്പ് ചെയ്യും. അത് നമ്മൾ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കേടായി പോകും അല്ലേ? കണ്ടോ നമ്മൾ കിളിപ്പിക്കണമെങ്കിൽ എന്നാ ചെയ്ത് കുഴിച്ചിട്ടാ മതി. കിളിക്കണമെങ്കിൽ കണ്ടോ ഇതിന്റെ അടുത്ത് എടുക്കുന്ന ഈ സ്വാദ് ലോങ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി അമ്മച്ചി ഇത് ഇങ്ങനെ ചെത്തി തരുന്നത് കണ്ടോ. അല്ലാതെ നമ്മൾ ചിലർ ഇങ്ങനെ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ അമ്മച്ചി പറഞ്ഞ് അകത്ത് ചീച്ചിൽ കയറും. ഇത് ഒരാഴ്ച ഇരുന്നോളൂ അല്ലേ? ഓ കണ്ടോ സാധാരണ ഏത് കച്ചവടക്കാരാണേലും അവരങ്ങ് ഒടിച്ചങ്ങ് അവരുടെ പരിപാടി കഴിക്കുകയുള്ളൂ. ഇപ്പം അമ്മച്ചി ഇങ്ങനെ മെനക്കെട്ട് ചെത്തുന്ന പോലെ അല്ലേ? ഒരാഴ്ച ഇരുന്നോളൂ അല്ലേ? അപ്പൊ അമ്മച്ചി ഇത് എവിടുന്ന് മേടിച്ച് ഇന്ന ആളാ തന്നതെന്ന് വെച്ചാൽ ഇനി ആൾക്കാർ വരണം. അതാണ് കച്ചവടം എന്ന് വെച്ചാ. കണ്ടോ അമ്മച്ചി ഉച്ച 12 മണി വരെ പ്രസവ കേസ് നോക്കിയിട്ട് കൊച്ചിനെയൊക്കെ കുളിപ്പിച്ചിട്ടാണ് തിരുമ്മി കുളിപ്പിച്ചിട്ടാണ്. പിന്നെ അതിന്റെ എല്ലാം അമ്മച്ചിയുടെ ഇതിന്റെ രഹസ്യം എല്ലാം ഈ പൈനാപ്പിളാ അല്ലേ? കൊച്ചിനും തള്ളയ്ക്കും ഒക്കെ കൊടുക്കും പൈനാപ്പിള്. ആണോ കൊച്ചിന് എണ്ണ കുളിപ്പിക്കാൻ വേണ്ടി എണ്ണ കാച്ചി കൊടുക്കും അല്ലേ? കൊച്ചിനെയും തള്ളേനെയും കുളിപ്പിച്ച് അല്ലേ? ഇതുകൊണ്ടോ അത് എന്ത് മനോഹരമായിട്ട് എത്തി വിടുന്നത്. അത് കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ അമ്മച്ചി ഇവിടെ വരുന്നത്. 12 മണിയാകുമ്പോഴേ കച്ചവടം ആവുള്ളൂ. അപ്പോൾ അമ്മച്ചി വേറെ ജോലിക്കും അമ്മച്ചി പോകുന്നുണ്ട്. അമ്മച്ചി കൊച്ചിനെയും തള്ളേനെയും ഒക്കെ കുളിപ്പിച്ച് അല്ലേ? അവരെ കുളിപ്പിച്ചിട്ട് കോട്ടയം വരെ പോകൂലേ? 7 മണിക്ക് ബസ്സിൽ പോയിട്ട് ഏതായാലും 12 മണിയാകുമ്പോൾ തിരിച്ചു വരും. 12 മണിയാകുമ്പോൾ ഈ കട വന്ന് പൈനാപ്പിൾ കച്ചവടം നടത്തും. എത്ര മണി വരെ നടത്തും? ഇപ്പൊ ഉച്ചയ്ക്ക് എങ്ങനെയാ ചോറ് കൊണ്ടുവരും? വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും. പിന്നെ പൈനാപ്പിൾ അല്ലേ അല്ലേ ഉള്ളൂ. അമ്മച്ചി ഷുഗറൊക്കെ ഉണ്ടോ? മുളക് പൊടി ഇങ്ങനെ അമ്മച്ചി ഇങ്ങനെ മുളക് പൊടി ഇട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ? കണ്ടോ ഷുഗർ ഇത് നല്ല മനോഹരമായിട്ട് എത്തി കേട്ടോ. താങ്ക് യു. അപ്പൊ എല്ലാരും വന്ന് അമ്മച്ചിയുടെ അടുത്ത് മേടിക്കുക. അതെ സ്ഥലപ്പേര് അപ്പൊ തോട്ടക്കരയാണ്. തോട്ടക്കര ഇവിടെ ഈ വളവിന്റെ ഈ കേട്ടോ അമ്മച്ചിയുടെ പേര് അതെ ഇത് ഇവിടെ വന്ന് മേടിക്കും. ഈ വളവിന്റെ ഇവിടെ അല്ലേ കേട്ടോ. ഇതാണ് ഈ ചെത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. മനോഹരമായിട്ട് അമ്മച്ചി എത്തി. അമ്മച്ചി പറഞ്ഞു ഒരാഴ്ച ഉപയോഗിക്കാൻ പറ്റും, പെട്ടെന്ന് പഴുത്ത് പോകത്തില്ല. മനോഹരമായിട്ട് എത്തി. ഇത് ഇനി എല്ലാവരും മനസ്സിലാക്കി. ഈ ഒടിച്ചെടുക്കരുത് അതിന്റെ ആ മേകള്. അതിന്റെ പേരെന്നാ? അതിന്റെ മേളത്തെ അതിന്റെ പേരെന്നാ? കന്നാരച്ചക്ക എന്നാ പറഞ്ഞ കേട്ടോ. ഇവിടെ കന്നാരച്ചക്ക എന്നാ പറയുന്നത്. അതിന്റെ മേളത്തെ ആ അല്ലേ ഇലകള് കൂമ്പ് ഒടിച്ചു കളയരുത്. ഇതുപോലെ ചെത്തി എടുക്കണം. നമ്മളെല്ലാം ഈ ഒടിച്ചു കളയുന്നതുകൊണ്ടാണ് ഇത് കേട് വന്ന് പോകുന്നത്. ഓള് കേട്. അപ്പം വളരെ സന്തോഷം അമ്മച്ചി. കച്ചവടം നന്നായിട്ട് നടക്കട്ടെ, പൊടി പൊടിക്കട്ടെ. അന്ന് ഒരു ടാറ്റ കൊടുത്തരും. ഓക്കെ ഒരു ടാറ്റ കൊടുത്തരും സന്തോഷമായിട്ട്. ഓക്കെ കൈ നിറയെ കാശ്.